الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട KSR-ന്റെ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുന്ന KSR-ന്റെ സമസ്തയുടെയുമൊക്കെ പ്രവർത്തകന്മാര്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കഥ പറയുന്ന കഅബാലയത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന, ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സമയവും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തുകളിൽ ഈ ഇബാദത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യും. പരിശുദ്ധ കഅബാലയത്തെക്കുറിച്ചും കഅബാലയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയത്ത് സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ലഘു വിവരണങ്ങളാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സ് ഖുറൈശികൾ പരിശുദ്ധ കഅബാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് അവര് വരുത്തിയ രൂപമാറ്റങ്ങളും ഭാവനകളുമൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തത്. ഇന്നലെ പറയേണ്ടായി, ഖുറൈശികളാണ് കഅബാലയത്തിന്റെ വാതിൽ തറനിരപ്പിൽ നിന്ന് ഇന്ന് കാണുന്ന രൂപത്തിൽ ഉയർത്തി കൊണ്ടുവന്നതും കഅബാലയത്തിന്റെ 4 ചുമരുകൾക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മേൽക്കൂര നിർമ്മിക്കുകയും ആ മേൽക്കൂരയിലേക്ക് കയറാനുള്ള ഒരു കോണി കഅബാലയത്തിന്റെ ഉള്ളിൽ സ്ഥാപിക്കുകയും ചെയ്തത് ഖുറൈശികളുടെ നിർമ്മാണ പ്രവർത്തന കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. ഹജറുൽ അസ്വദൊക്കെ യഥാർത്ഥ സ്ഥാനത്ത് വെച്ചു. പിന്നീട് ഖുറൈശികള് നേരത്തെ അവര് ചെയ്തിരുന്നത് പോലെ അവരുടെയൊക്കെ ബിംബങ്ങളെ, ഓരോ രൂപത്തിലുമുള്ള ബിംബങ്ങളെ കഅബാലയത്തിന്റെ അകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പൂർവോപരിയായി ആ ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും ആ ബിംബങ്ങളെ പൂജിക്കാനും മറ്റുമൊക്കെ അവര് പഴയതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അവരാ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നുബുവത്ത് ലഭിക്കുന്നത് റസൂലുള്ളാഹിന്റെ 40-ാമത്തെ വയസ്സിലാണ്. നുബുവത്ത് ലഭിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാം സുപരിചിതമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കൊന്നും നമുക്കിപ്പോൾ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു. ജബൽ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഖുറൈശികളെ മുഴുവൻ വിളിച്ചു വരുത്തിയ സംഭവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവരെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശി വിഭാഗങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മലയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു ശത്രുവ്യൂഹം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്.
എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഖുറൈശികൾ ഏകകണ്ഠമായി ഒരേ ഒരു സ്വരത്തിൽ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം നീ അൽ അമീനാണ്. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇത്ര കാലമായിട്ട് നിന്റെ ഭാഗത്തു നിന്ന് കളവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദേ. നീ അൽ അമീനാണ്, അൽ അമീനാണ് എന്ന് അവര് വിളിച്ചു പറഞ്ഞപ്പോ മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളെ ഈ കാണുന്ന ലാത്തയും ഉസ്സയും ഒന്നുമല്ല നിങ്ങളെ പടച്ചതും നിങ്ങളെ സംരക്ഷിക്കുന്നവരും. നിങ്ങളെ സംരക്ഷിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു നാഥനുണ്ട്. ആ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ നാഥന്റെ പ്രവാചകനാണ് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങളെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും പ്രവാചകനായ എന്നെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകന്റെ അളാപ്പയായ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക് തബ്ബല്ലക് സായിറല്ലോം അലിഹാദാ ജമഅതന. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്? നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് അബൂലഹബ് അവിടെ നിന്ന് അതേപോലെ അവിടെയുള്ള കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അവരെ പറഞ്ഞു. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോ പല രൂപത്തിലുള്ള അക്രമങ്ങളും പല രൂപത്തിലുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും യാതനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളിൽ വിശ്വസിച്ചിരുന്ന അങ്കുലി പരിമിതങ്ങളായ സമൂഹത്തിലെ ബലഹീനരായ ആളുകൾക്കും നേരിടേണ്ടി വന്നപ്പോ തീർച്ചയായും ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും നുബുവത്തിന്റെ 5-ാം വർഷം ക്രിസ്തുവർഷം 615 ഹബിഷയിലേക്ക് അവര് യാത്ര പോവുകയും ചെയ്തു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന റുഖിയ ബീവി, അതേപോലെ അബൂ ഹുദൈഫത്ത് ബിൻത് ഉത്ബത്ത്, അവരുടെ ഭാര്യ സൽമ, ഉസ്മാൻ ബിൻ മൽഊൻ, അബ്ദുല്ലാഹി ബിൻ അംർ തുടങ്ങിയ പ്രമുഖരായ അവരൊക്കെ കൂടി കുറച്ചാളുകൾ ഹബിഷയിലേക്ക് ആദ്യമായിട്ട് ഹിജറ പോയി. രണ്ടാമത് അവിടെ നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി എന്ന് മനസ്സിലായപ്പോ തിരിച്ച് അവര് വരികയും രണ്ടാമതും ഹബിഷയിലേക്ക് ഒരു ഹിജറ യാത്ര നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷേ രണ്ടാമത് ഹബിഷയിലേക്ക് ഒരു വിഭാഗം ആളുകളൊക്കെ പോയെങ്കിലും പിന്നീടും മക്ക മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ വല്ലാതെ ദ്രോഹിക്കുകയും ഒരു രൂപത്തിലും മക്ക മണൽക്കാട്ടിൽ അല്ലെങ്കിൽ മക്കയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോ മദീനക്കാരുമായി നേരത്തെ ഉണ്ടാക്കിയ സന്ധിയുടെ അടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മദീനയിലേക്ക് ഹിജറ പോകുന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പുറപ്പെട്ടു. റബീഉൽ അവ്വൽ ഹിജറ 1-ാം വർഷം സഫർ മാസം 27-ാം തീയതി ക്രിസ്തുവർഷം 622 ഏകദേശം സെപ്റ്റംബർ 9-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പുറപ്പെടുകയാണ്. മക്കയിൽ നിന്ന് നേരെ പുറപ്പെട്ടു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ദാറുൻ നദ്വയിൽ നിന്ന് ശത്രുക്കള് യോഗം ചേരുകയാണ് നബിയെ കൊല്ലാൻ വേണ്ടി. നബിയെ ഒരാളുകൾ കൊന്നാൽ അത് വലിയ പ്രശ്നമായി തീരും. കാരണം അന്നത്തെ ഖുറൈശി ഗോത്രം എത്രയാണെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലുന്നതിനോട് വ്യക്തിപരമായിട്ട് അവർ യോജിപ്പില്ലെങ്കിലും മുഹമ്മദിന്റെ ശല്യം ഒഴിവാക്കണം എന്ന് എല്ലാവരും കൂട്ടമായിട്ടൊരു തീരുമാനമെടുക്കുകയും ഓരോ ഗോത്രത്തിലെയും ഓരോ ആളുകളെ തെരഞ്ഞെടുക്കുകയും അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിബിതങ്ങളെ ചാടി വീണിട്ട് നിബിതങ്ങളെ വധിക്കുകയും ചെയ്യുന്ന ഒരു രൂപരേഖ അവർ തയ്യാറാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരിപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നബിയുടെ വീടിന് ചുറ്റും ശത്രുക്കൾ വളയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിരുന്ന ആ സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി ആ വീടിനകത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് യാസീൻ നോദികയും
ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെയുള്ള ആയത്ത് ഓതിയിട്ട് ആ മണ്ണ് അവരുടെ കണ്ണുകളിൽ അവരുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ എല്ലാ ആളുകളെ ചുറ്റും കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ കണ്ണിലേക്കും അത് എത്തുകയും ചെയ്തൊക്കെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. വമാ റമൈത ഇദ റമൈത വലാകിന്നല്ലാഹ റമ എന്ന് തുടങ്ങുന്ന ആയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ടിറങ്ങിയതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അവരെയും കൂട്ടിയിട്ട് നേരെ ഗാർ സൗറിലേക്ക് നടന്നു പോവുകയാണ്. ഗാർ സൗറിലേക്ക് അവിടെ എത്തി. ആ സൗർ എന്ന ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവിടെ വിശ്രമിച്ചു. നബി തങ്ങളെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞ ശത്രുക്കൾ നബിയെ പിടിക്കാൻ വേണ്ടി പല ഭാഗത്തിലൂടെയും പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ചു. അവസാനം സൗറിന്റെ മുകളിലെത്തി. അവര് ചുറ്റുഭാഗത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ, അവരെങ്ങാനും അവരുടെ കാൽപാദത്തിലേക്ക് അല്ലെങ്കിൽ കാലിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മളെ അവര് കാണുകയില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാ ലന്നക യാ അബൂബക്കർ ബി ഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, ഈ രണ്ടാളുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമൻ അല്ലാഹു ആയിരിക്കെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതാ നോക്കൂ, അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തപ്പോ വലിയ ഒരു കപ്പല് അവിടെ നിന്ന് കണ്ടതായി അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുകയല്ല. പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹിജറയും നമ്മൾ അതിലൊരു വിഷയമാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് റബീഉൽ അവ്വൽ 2 ഗാർ ഹിറയിൽ നിന്ന് ഗാർ സൗറിൽ നിന്ന് അല്ലെങ്കിൽ ജബൽ സൗറിൽ നിന്ന് ഇൻഷാ അല്ലാഹ് സൗർ ഗുഹയെ കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. റബീഉൽ അവ്വൽ 2 ഒരു തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരെ മദീനയിലേക്ക് പുറപ്പെടുന്നു. റബീഉൽ അവ്വൽ 12 അതേപോലെ ഒരു തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ മസ്ജിദ് ഖുബാ ഇന്ന് നിലകൊള്ളുന്ന ആ സ്ഥലത്ത് എത്തുകയും അവിടെ മസ്ജിദ് ഖുബാ സ്ഥാപിക്കുകയും ഇസ്ലാമിന്റെ എല്ലാവിധ വേരോട്ടങ്ങളും മസ്ജിദ് ഖുബായിലേക്ക് പിന്നീട് അത് മദീനയെ അടിസ്ഥാനമാക്കിയിട്ട് ഇസ്ലാം പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിന്റെ ഇടയിൽ ഖുറൈശികളുമായി പല സമയത്തും സന്ധി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തൊക്കെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പരസ്പരമുള്ള ബന്ധങ്ങൾ ചില ആളുകളൊക്കെ വന്നും പോവുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹുദൈബിയയിൽ വെച്ച് ഖുറൈശികളുമായി ഒരു സന്ധി ഉണ്ടാക്കിയിരുന്നു. പരസ്പരം ആക്രമിക്കുകയോ മറ്റുമോ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ധി തീർച്ചയായിട്ടും അവര് ഖുറൈശികൾ ലംഘിച്ചു. 20ഓളം മുസ്ലിമീങ്ങളെ ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് വധിച്ചു. അപ്പോ സ്വാഭാവികമായി മക്കയിലുണ്ടായിരുന്ന ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ രൂപത്തിലുള്ള വിപുലമായ ഒരു സൈന്യത്തെ 10,000ഓളം വരുന്ന ഒരു സൈന്യത്തെ സജ്ജീകരിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സൈന്യവും അതേപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിലുണ്ടായിരുന്ന ആളാണ്. അവര് മദീനയിൽ നിന്ന് മക്കയിലേക്ക് സൈന്യം പുറപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടുകയും തന്റെ കുടുംബത്തെ മദീനയിലേക്ക് അയക്കുകയും അങ്ങനെ അവര് നേരെ മക്കയിലേക്ക് കടന്നു വരികയുമാണ് ചെയ്യുന്നത്. മറുൽ അഹ്റാനിലെത്തി. എന്നിട്ട് അവിടെ അല്പം വിശ്രമിച്ചു. എന്നിട്ട് സൈന്യത്തെ 3 വിഭാഗങ്ങളാക്കി. ഒരു വിഭാഗം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില്, മറ്റൊരു വിഭാഗം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില്, മറ്റൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ. ഇങ്ങനെ 3 ഭാഗങ്ങളിലൂടെ ആരെയും ദ്രോഹിക്കരുത്, ആരെയും
വധിക്കരുത്, പരസ്പരം യുദ്ധം ചെയ്യരുത് എന്നുള്ള ആ ഒരു ബഹുമാന രൂപത്തിൽ അവരെ പെരുമാറണം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ പ്രവേശിച്ചു. ഒരു നിശബ്ദമായ വിപ്ലവത്തിലൂടെ മക്കയുടെ അധികാരം അല്ലെങ്കിൽ മക്ക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചെടുക്കുകയാണ്. മക്കം ഫതഹ് എന്നുള്ള ആ ഒരു വലിയ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മസ്ഥലവും പരിശുദ്ധമായ കഅബാലയം ഉൾക്കൊള്ളുന്ന ആ ഒരു സ്ഥലം ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. മൻ ദഖല ദാറ അബൂ സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ വമൻ അഗ്ലക ബാബുഹു ഫഹുവ ആമിനുൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരുന്നവൻ രക്ഷപ്പെട്ടു, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവനും രക്ഷപ്പെട്ടു, വീട്ടിൽ വാതിലടച്ച് ഇരുന്നവനും അവനും നിർഭയനാണ്, അവനക്കും രക്ഷയുണ്ട് എന്നുള്ള നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷയുടെ സങ്കേതം തുറന്നു കൊടുത്തുകൊണ്ട് മക്കയിലേക്ക് കടന്നു വരികയും മക്ക ഇസ്ലാമിന്റെ കീഴിലായിട്ട് രൂപപ്പെടുത്തുകയും ചെയ്തു. മക്കയിലേക്ക് നബിതങ്ങളും സഹാബികളും കടന്നു വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ അബൂ സുഫിയാൻ നേരത്തെ തന്നെ ആ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് ഓടി ഒളിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അകലെ ഒരു മലഞ്ചെരുവിൽ അബൂ സുഫിയാൻ ഉണ്ടാവുമെന്നും അവനെ പോയി കൂട്ടി വരണമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറയുകയുണ്ടായി. ചരിത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണെങ്കിലും പലപ്പോഴും നമ്മളത് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയും ചെയ്യുന്നതും അവര് കൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു വരേണ്ടതില്ല എന്നാണ് എന്താണ് സാന്ദർഭികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അബൂ സുഫിയാനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അബൂ സുഫിയാനെ പോയി വളരെ ദൂരെയുള്ള ഒരു താഴ്വരയിൽ ഒളിച്ചിരിക്കുന്ന അബൂ സുഫിയാനെ പോയി വിളിച്ചുകൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ വാതിലിന്റെ അടുത്തെത്തി. നബി തങ്ങൾ ഒട്ടകത്തിന്റെ ചുമലിൽ കയറി വലത് ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പിന്നിൽ ഉസാമ ബിൻത് സെയ്ദ് റളിയല്ലാഹു അൻഹുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവര് എല്ലാവരും ഉംറ വേഷത്തിലായിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം അവരെല്ലാവരും മക്കയുടെ കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തുകയും ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന് പരിശുദ്ധ വാക്യം ഉരുവിട്ടുകൊണ്ട് ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിലു എന്നൊക്കെയുള്ള പല മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് അവർ പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയും കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്യുകയും ചെയ്തു. ഓരോ തവാഫ് ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് ചുംബിക്കുകയും അത് തൊടുകയും ചെയ്തുകൊണ്ടിരുന്നു. തവാഫ് കഴിഞ്ഞു കഅബാലയത്തിലേക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കിയപ്പോ ആ താക്കോൽ ഉണ്ടായിരുന്നത് ഉസാമ ബിൻ ത്വൽഹയുടെ കയ്യിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു നിർബന്ധപൂർവം അവരിൽ നിന്ന് ആ താക്കോല് പിടിച്ചു വാങ്ങുകയും എന്നിട്ട് വാതില് തുറക്കാൻ വേണ്ടി പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ആ താക്കോല് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയും ഖിയാമത്ത് നാൾ വരെ അതിന്റെ സൂക്ഷിപ്പുകാരായിട്ട് അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇന്നും അവരുടെ പരമ്പരാഗതമായ അവരെ കുടുംബത്തിലുള്ള ആളുകൾക്കാണ് പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പിന്റെ അധികാരം എന്നുള്ളത് അന്നത്തെ ആ ഒരു പ്രവൃത്തിയിൽ നിന്നും ഉൾക്കൊണ്ടതാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഒരു കാരണം കണ്ടപ്പോ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോ ഉസ്മാൻ ബിൻ തൽഹ പരസ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയം തുറന്നു. കഅബാലയത്തിന്റെ അകത്തേക്ക് കയറി. കഅബാലയത്തിൽ അന്ന് ആ സമയത്ത് ഏകദേശം 360ഓളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വലിയ ഒന്നും ഉണ്ടായിരുന്നു. സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന മഴ പെയ്യിപ്പിക്കാൻ കഴിവുള്ള എന്ന് അവര് വിശ്വസിച്ചിരുന്ന വലിയ ഒരു ബിംബം ഉണ്ടായിരുന്നു. അതേപോലെ ഇബ്രാഹിം നബിയുടെ രൂപത്തിലുണ്ടായിരുന്ന ബിംബം, കയ്യിലൊരു മഴവുമൊക്കെയായിട്ട് ഇബ്രാഹിം നബിയുടെ രൂപത്തിലും, അതേപോലെ
കുതിരപ്പുറത്ത് ഉള്ള രൂപത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഒരു രൂപത്തിലുള്ള ബിംബവും, അങ്ങനെ പല രൂപത്തിലുള്ള ബിംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ വലിയതിനെയും അതേപോലെ ഈ കണ്ട ചെറിയതിനെ ഇബ്രാഹിം നബിയുടെ രൂപത്തിലുള്ളതിനും ഇസ്മായിൽ നബിയുടെ രൂപത്തിലുള്ളതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് പുറത്തേക്ക് കളയുകയും സ്വഹാബികൾ മറ്റുള്ള ബിംബങ്ങളെ സ്വഹാബികളും എടുത്ത് പുറത്തേക്ക് കളയുകയും ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്ന ആ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പരിശുദ്ധ കഅബാലയം വളരെ ഭംഗിയായി കഴുകി വൃത്തിയാക്കി കഅബാലയം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. സഫാ മലയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഈ സഫാമലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ശേഷം ഖുറൈശികളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ മഅശറ ഖുറൈശ്, ഖുറൈശി വിഭാഗമേ, മാ തറൗന അന്നി ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാരണം എന്നെ എല്ലാ രൂപത്തിലും ഉപദ്രവിക്കുകയും എന്നെ പരമാവധി കൊല്ലാൻ വരെ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. നിങ്ങളോട് ഏത് രൂപത്തിലാണ് ഞാൻ പെരുമാറേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫഖാലു ഖൈറു അഖിൻ കരീം വ ഇബ്നു അഖിൻ കരീം, നീ വളരെ മാന്യനായ സഹോദരനാണ്, വളരെ മാന്യനായ സഹോദരന്റെ മകനാണ്. അതുകൊണ്ട് മുഹമ്മദ്, നിന്നിൽ നിന്ന് നീതിപരമായ വളരെ ദയാപരമായ ഒരു വായ്പ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇത് ഹബു അന്തുമുത്തുലഖാ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ ഈ സമയത്ത് മോചിപ്പിക്കപ്പെട്ടവരാണ്, യാതൊരു പ്രതികാര നടപടിയും എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയും പരിശുദ്ധമായ കഅബാലയവും മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങള് ഇസ്ലാമിന്റെ കീഴിലാക്കിയിട്ട് കൊണ്ടുവരികയും ചെയ്തത് ഈ ഒരു കഅബാലയം ഇസ്ലാമിന്റെ കീഴിലായിട്ട്, അങ്ങനെ പൂർണ്ണമായും മക്ക ഇസ്ലാമിന്റെ കീഴിലായിട്ട് വരികയാണ്. അങ്ങനെ കഅബാലയം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് വളരെ സന്തോഷവാന്മാരായി സ്വഹാബികളും മറ്റുള്ള ആളുകളും ഒക്കെ എല്ലാവരും വളരെ സന്തോഷിക്കുന്ന രൂപത്തിൽ വളരെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി പെരുമാറുന്ന സമയത്ത് ഈ മദീനക്കാരായ കുറച്ച് ആളുകള് മത്താഫിൽ നിന്ന് കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് വിങ്ങിപ്പൊട്ടുന്നത് അല്ലെങ്കിൽ പൊട്ടിക്കരയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായി. നിങ്ങൾ അവിടെ അടുത്ത് പോയി അവരോട് അടുത്ത് നിന്ന് പോയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ കരയുന്നത് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഅബാലയം പിടിച്ചടക്കി, മക്കം ഫതഹായി, ഇനി മദീനയിലേക്ക് നബി സല്ലല്ലാഹു ഞാൻ ഉണ്ടാവുകയില്ല എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ കരയുന്നത് എന്ന് അവരോട് പറഞ്ഞപ്പോ അവരോട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലൽ ഹിജ്റത്തു ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ അൻസാരികളിൽപ്പെട്ട ഒരു പുരുഷൻ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആവേണ്ടിയിരുന്നത്. നിങ്ങൾ സമാധാനിക്കുക, നിങ്ങൾ പേടിക്കാതിരിക്കുക, നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും എന്ന് മദീനയെക്കുറിച്ച് മദീനക്കാർക്ക് പ്രത്യാശാപരമായ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൊടുക്കുകയുണ്ടായി. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നത്. ഹജ്ജുൽ അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മറ്റൊരു ഹജ്ജ് ഉണ്ടായിട്ടില്ല. ഹജ്ജുൽ അസ്ഗർ 2 ഉണ്ട്, ഹജ്ജുൽ അക്ബർ 1 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹജ്ജുൽ അസ്ഗർ എന്ന് പറയുന്നത് ഉംറയെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഈ അറഫ, മിന, മുസ്ദലിഫ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതും കല്ലെറിയലും മറ്റും മുടികളയലും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ഹജ്ജുൽ അക്ബർ എന്നും, ഉംറയില്
അതില്ലാത്തത് കൊണ്ട് ഹജ്ജുൽ അസ്ഗർ എന്നും അറിയപ്പെടുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. എല്ലാവരും ഒരുങ്ങി, എല്ലാവരും മദീനയിലെത്തി. മദീനയുടെ വഴികളും ഗോത്രങ്ങളിലേക്കുള്ള ഇടവഴികളും മറ്റുമൊക്കെ അറബി ഗോത്രങ്ങളെ കൊണ്ട് മക്കയുടെയും അതേപോലെ മദീനയുടെയും ആ ഭാഗങ്ങളിലേക്കും ഉള്ള ചുറ്റുഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുന്നു എന്നറിഞ്ഞു കേട്ടിട്ട് അവിടേക്ക് മദീനയുടെ വഴികളിലേക്ക് വന്നുകൂടുകയും അറബി ഗോത്രങ്ങളെ കൊണ്ട് മദീന ശബ്ദമുഖരിതമാകുകയും ചെയ്ത വലിയ ഒരു സംഭവം. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. കുറെ ഒട്ടകങ്ങൾ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കഅബയുടെ അടുത്തെത്തിയിട്ട് അറുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ഒട്ടകങ്ങളെയും കൂട്ടി വന്നിരുന്നു. മക്കയുടെയും മദീനയുടെയും വഴിയിൽ ഓരോ പള്ളിയുടെ അടുത്ത് നിന്നും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയും ഉച്ചത്തിൽ ഹംദും ശുക്റും നടത്തുകയും നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദുൽഹുലൈഫയിലെ രാത്രി അവർ താമസിച്ചു. അവിടെ നിന്ന് ഇഹ്റാം ചെയ്തു. മദീനയുടെ അടുത്തുള്ള ദുൽഹുലൈഫയിൽ വെച്ചായിരുന്നു അവർ ഇഹ്റാം ചെയ്തത്. ഹിജറ 10-ാം വർഷം ദുൽഖഅദ് 4 ശനിയാഴ്ചയാണ് 1,40,000-ഓളം വരുന്ന ജനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. പിറ്റേ ദിവസം സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറുകയും ജനങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് മക്കയിലേക്ക് നടക്കുകയും ചെയ്തു. വാദി ബൈളാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം തൽബിയത്ത് ചൊല്ലുകയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജബൽ അബൂ ഖുബൈസിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളിയാളത്തിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഹജ്ജിന് വേണ്ടി പോകുന്നത് എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഹാജിമാരായ ആളുകളെ കൊണ്ട് ആ പ്രദേശം മുഴുവൻ വ്യാപിക്കുകയും വലിയ ഒരു ജനസഞ്ചയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പിന്നിലാക്കിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തേക്ക് ഇസ്ലാം വളരെ അധികം വ്യാപിക്കുകയും ചെയ്തു. ദുൽഹിജ്ജ 4-നാണ് നബിയും സഹാബികളും മക്കയിലെത്തുന്നത്. കഅബാലയത്തിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തി. ഹജറുൽ അസ്വദിന് തൊട്ടുമുത്തുകയും 7 പ്രാവശ്യം കഅബാലയം തവാഫ് ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ തവാഫ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 തവാഫിൽ റംല് നടക്കുകയും മറ്റുമൊക്കെ ചെയ്തതായിട്ട് അവിടെ പറഞ്ഞു. എന്നിട്ട് ഹജറുൽ അസ്വദ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചു. തവാഫ് കഴിഞ്ഞതിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുകയും മടങ്ങി വന്ന് ഹജറുൽ അസ്വദ് വീണ്ടും ചുംബിക്കുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ 8-ന്റെ അന്ന് യൗമു തർബിയത്ത് എന്നറിയപ്പെടുന്ന ജലശേഖരണ ദിവസം എന്നറിയപ്പെടുന്ന യൗമു തർബിയത്ത് അവിടെ ദുൽഹിജ്ജ 8-ന്റെ അന്ന് മിനായിലേക്ക് പോയി. അവിടെ ഹൈമയിൽ താമസിച്ചു. അന്നത്തെ നിസ്കാരങ്ങൾ നിർവഹിച്ചു. എന്നിട്ട് 9-ന്റെ അന്ന് രാവിലെ ഫജ്ർ നിസ്കാരം നിർവഹിച്ചു. നേരെ തന്റെ ഖുസ്വ എന്ന ഒട്ടകപ്പുറത്ത് കയറിയിട്ട് സൂര്യൻ ഉദിച്ച് അറഫയിലേക്ക് സൂര്യോദയത്തിന് ശേഷം അറഫയിലേക്ക് പുറപ്പെട്ടു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത അതേ രൂപത്തിൽ അവിടെ നിന്ന് അവരെ പിന്തുടരുകയും ചെയ്തു. നേരെ അറഫയിലേക്ക് പോയി. ദുൽഹിജ്ജ 9-ന്റെ അന്ന് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഖുത്ബത്തുൽ വദാഇന്റെ വലിയ ഒരു പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കുകയാണ്. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി ഫഇന്നി ലാ ഉരീദു ലഅല്ലി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടുമോ എന്നുള്ളത് എനിക്ക്
അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എന്റെ ഇസ്ലാമിന്റെ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളും മറ്റും കാര്യങ്ങളുമൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളെ സാക്ഷി നിർത്തിയിട്ട് അവിടെ നിന്ന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവിടെ നിന്ന് അവർക്ക് ഓതിക്കൊടുക്കുകയും പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ളുഹറും അസറും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് ളുഹറും അസറും അവിടെ വെച്ച് നിസ്കരിച്ചു. അവിടെ നിന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫയിൽ നിന്ന് മടങ്ങി മുസ്ദലിഫയിലേക്ക് എത്തി. രാത്രി അവിടെ തങ്ങി ഇശാ നിസ്കരിച്ചു. പിറ്റേ ദിവസം സുബ്ഹി നിസ്കരിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അവരെ വസ്ത്രം പൊക്കി ഉയർത്തിയിട്ട് നബിതങ്ങൾക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബിതങ്ങൾക്ക് തണല് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മിനാ താഴ്വാരത്തിലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കല്ലെറിഞ്ഞു. 63 അടിമകളെ അവിടെ വെച്ച് മോചിപ്പിക്കുകയും 63 ഒട്ടകത്തെ അറുക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു അതിന്റെ മാംസം അവിടെ കൂടി നിരുന്ന ആളുകൾക്കും മറ്റുമൊക്കെ വിതരണം ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയും അലി റളിയല്ലാഹു അൻഹു മാംസം വിതരണം ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അവിടെ വെച്ചാണ് മുഅമ്മർ ബിൻ അബ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കളഞ്ഞു. വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇടത് ഭാഗത്ത് അവസാനിപ്പിച്ചു. പിന്നീട് നേരെ മത്താഫിലേക്ക് വന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തേക്ക് വരികയും അവിടെ തവാഫ് ചെയ്യുകയും അവിടെ സംസം കിണർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കൊടുത്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സംസം വെള്ളമൊക്കെ കുടിച്ചു. മിനായിലെ കല്ലേറുമൊക്കെ അവസാനിപ്പിച്ചു. നേരെ മദീനയിലേക്ക് മടങ്ങിപ്പോവുകയാണ് പിന്നീട് ചെയ്തത്. ആ സമയത്ത് മദീനയുടെ ചുമതല ഉണ്ടായിരുന്നത് അബൂ ദുജാനത്ത് ബിൻ സായിദിൽ അൻസാരി എന്ന സഹാബിയുടെ കൈകളായിരുന്നു. അദ്ദേഹമായിരുന്നു മദീനയുടെ ചുമതല ആ സമയത്ത് വഹിച്ചിരുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച ഹജ്ജത്തുൽ വദാഇ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനമാക്കപ്പെട്ട ഹജ്ജുൽ അക്ബർ എന്ന ഹജ്ജിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിവരണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖഫ യൗമൻ നഹ്രി ഫിൽ ഹജ്ജത്തിൽ ലത്തി ഹജ്ജ ഫിഹാ ഫഖാല അയ്യ യൗമിൻ ഹാദാ ഖാലു യൗമൻ നഹ്രി ഫഖാല ഹാദാ യൗമുൽ ഹജ്ജുൽ അക്ബർ. ആ ഹജ്ജിനെയാണ് ഹജ്ജുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും, കാരണം അറഫയിൽ നിൽക്കലും മിനയിൽ താമസിക്കലും കല്ലറിയിലും മുടികളയിലും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് ഹജ്ജുൽ അക്ബർ എന്ന് പറയപ്പെടുന്നത് എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഉംറയെ കുറിച്ചാണ് ഹജ്ജുൽ അസ്ഗർ എന്ന് പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹും ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹും ഒക്കെ ഹജ്ജുൽ അസ്ഗർ എന്ന് ഉംറയെ കുറിച്ചും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തില് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കം ഫതഹും അതിനുശേഷം പിന്നെ ഹജ്ജത്തുൽ വദാഉം ഇവിടെ അവസാനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ വളരെ വിശാലമായ ഒരു രാജ്യത്തെ, ഒരു സമുച്ചയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രപരമായി ഇസ്ലാമിന്റെ എല്ലാവിധ പൂർണ്ണതകളും അവിടെ നിന്ന് നിർവഹിക്കുകയും ലോകത്തിനു മുമ്പിൽ മഹിതമായ ഒരു പാരമ്പര്യത്തെ, ഒരു വിശ്വാസത്തെ കാണിച്ചു കൊടുക്കുകയും ഈ വിഷയം ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പല നാടുകളിലേക്കും സ്വഹാബികളൊക്കെ പോയി പല നാടുകളിലും ഇസ്ലാമിന്റെ വ്യാപനം, ഇസ്ലാമിന്റെ പ്രചരണം അതിമഹത്തായ രൂപത്തിൽ സംഭവിക്കുകയും ഇസ്ലാം പടർന്ന് പന്തലിക്കുകയും ചെയ്തതായിട്ടൊക്കെ ചരിത്രത്തിൽ നമുക്ക് പറയാൻ പറ്റും. പരിശുദ്ധ കഅബാലയം നമുക്കറിയാം, മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബിലയാണ് പരിശുദ്ധ കഅബാലയം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് എങ്ങോട്ട് തിരിയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അതേപോലെ മദീനയിലെത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു
മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന ഖിബില. 15 മാസത്തോളം മദീനയില് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു മദീനക്കാരായ ആളുകളൊക്കെ നിസ്കരിച്ചിരുന്നത്. 15 മാസത്തിന് ശേഷമാണ് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് ആയത്ത് ഇറങ്ങുന്നത് 15 മാസങ്ങൾക്ക് ശേഷമാണ്. പിന്നീട് കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും കഅബാലയത്തിന്റെ സംരക്ഷണവുമായി പിന്നീട് വന്ന ഭരണാധികാരികൾ പല രൂപത്തിലും കഅബയെ പുനർനിർമ്മിക്കാനും മറ്റുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് സാന്ദർഭികമായി അത് നമുക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് റഹ്മുറാഹിമായ റബ്ബ് നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞ വല്ല അപാകതയും വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് പുറത്തു തരികയും ഇത് തിരുത്താനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരികയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് കഅബാലയത്തിലെ ഹജ്ജുൽ അക്ബറിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നബിതങ്ങളുടെ കൂടെ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ കഅബാലയത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഉംറ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കഅബാലയം പരിപൂർണമായി ആസ്വദിക്കാനും ഉപയോഗപ്പെടുത്താനും അതിനകത്ത് ചെന്ന് കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന അമലുകളൊക്കെ നിർവഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇവിടെ ചെലവഴിച്ച സമയത്തിന്റെ കാരണത്താൽ നമുക്കൊക്കെ അവസരം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.